മദ്യം മാംസം, അതായത് നാക്ക്, അതിലെല്ലില്ല. അയ്യോ, നാക്കിനെ പാകം പോലെ പാകം പൊട്ടിയെടുക്കാനുള്ള മാംസം കഴിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ മദ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭ്രൂമദ്യത്തിൽ ധ്യാനിക്കുക, അപ്പോൾ ധ്യാനിക്കുക. മാംസം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാക്കിനെ മാത്രം ഉപയോഗിക്കുക, നാക്കിനെ മാത്രം ശരിയായി ഉപയോഗിക്കുക. അതാണ് മാംസം കഴിക്കുക പറഞ്ഞ. കഴിക്കരുത്. അല്ലാതെ ഇറച്ചിമീനും തിന്നലല്ല, ജീവഹിംസ ചെയ്യലല്ല. പിന്നെ മത്സ്യം പിടിക്കണം എന്ന് പറഞ്ഞ് കുണ്ടലിനി ശക്തി ഉണർത്തണം. കുണ്ടലിനി ശക്തി ഉണർത്താണ് മത്സ്യം പിടിക്കല്. പിന്നെ മൈഥുനം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ശരീരമല്ല, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യോജിപ്പിനാണ് ഏത് പറയുന്നത്, മൈഥുനം എന്ന് പറഞ്ഞത്. ഇതൊക്കെ ചോദിച്ചാലേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് കേട്ടിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാവില്ല ആൾക്കാർക്ക്. മനസ്സിൽ ആവണമെങ്കിൽ മനസ്സ് ഇരുത്തണം, മനസ്സ് ഇരുത്തണം. അല്ലാണ്ട് മനസ്സിരുത്തിയാൽ പറഞ്ഞാൽ പോലെ മനസ്സ് ഇരുത്തണം. മനസ്സിരുത്തിയാൽ മനസ്സിൽ ആവും, മനസ്സിരുത്തിയാൽ മനസ്സിലാവും. ഇതൊക്കെ സാധാരണ ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവരതിന് ശ്രദ്ധ. പിന്നെ ഇതിൽ മെയിൻ ആവശ്യം നമ്മുടെ ശ്രദ്ധയാണ്. മെയിൻ ആവശ്യം നട്ടല് നിവർന്നിരിക്കുന്നേ വേണം. കുണ്ടലിനി ശക്തി, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഈ മൂന്നെണ്ണത്തിലാണെങ്കിൽ ഇതിൻ്റെ ഇത്ര വട്ടത്തെ വർത്തമാനം അവന് പറയാണ്ടാവും. ഉദരം ഉപസ്ഥം, അതിന് വിട്ടിലുള്ള വർത്തമാനം അവന് കേൾക്കും വേണ്ട, താല്പര്യം അവൻ ഓടുന്നില്ല. നാലാമത്തെ സ്റ്റേജിലെത്തുമ്പോഴാണ് ഈ തരം കാര്യങ്ങൾ താല്പര്യം ഉണ്ടാവുക. 5-ലാണെങ്കിൽ അതേ പിന്നെ പറയൂ. പിന്നെ 6-ല് ആജ്ഞയില് ഒന്നും പറയില്ല, അതായിട്ട് അങ്ങോട്ട് ലയിക്കുള്ളൂ. പിന്നെ കണ്ണ് രണ്ടും ഈ ക്ലാസ് എടുക്കുന്ന ആളുടെ മുമ്പിലുണ്ടാവണം, മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് വന്നു, നട്ടല് ദൃഷ്ടി. അപ്പോൾ മൂന്നാമത്തെ ഓളമായും അതാണ് ശ്രദ്ധ. അപ്പോഴേ ശ്രദ്ധ വരൂ. ഇത് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ശ്രദ്ധ വന്നാൽ മനസ്സിലാവും, മനസ്സിലായാൽ രസാവും, രസായാൽ ആനന്ദം കിട്ടും, ആനന്ദം കിട്ടിയാൽ ലയം കിട്ടും. ആ ലയത്തിലേക്കാണ് ജീവാത്മാ പരമാത്മാ ഐക്യം. ബ്രഹ്മത്തിൽ അന്വേഷിച്ച് എവിടെയും പോകണ്ടേ.